അധ്യാപകർക്ക് നല്ല വേഷം ധരിച്ച് സ്കൂളിൽ എത്താൻ കഴിയില്ല എന്ന് പറയുന്ന സ്ഥിതിയായിട്ടുണ്ട്. അതായത് ഒരു അധ്യാപിക ചുരിദാറിട്ട് സ്കൂളിൽ വന്നതിന് സ്കൂളിൽ കയറ്റാൻ പ്രധാന അധ്യാപിക പ്രിൻസിപ്പളാ അവരെ സ്കൂളിന്റെ ഗേറ്റിന് വെളിയിരുത്തിയിരിക്കുന്നത്. എന്ത് കഷ്ടമാണല്ലേ ഈ നാട്. നാം കണ്ടു അത് അവർ കിടക്കുന്ന പോലെയൊക്കെ കണ്ടു അല്ലേ. ശരിക്കും പറയുകയാണെങ്കിൽ നാം എങ്ങോട്ടേക്കാണ് പോണേന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. സൽവാർ കമ്മീസ് എന്ന് പറയുകയാണെങ്കിൽ അത് തികച്ചും മാന്യമായ വേഷമാണ്. കുറേ നാൾ മുമ്പ് പ്രിയൻ ഓർക്കുന്നുണ്ടാവും, ഗുരുവായൂർ അമ്പലത്തിൽ സൽവാർ കമ്മീസ് ഇട്ട് കയറാൻ പാടില്ല, സാരിയോ അല്ലെങ്കിൽ മുണ്ടും വേഷ്ടിയും എടുത്ത് കയറാൻ പാടുള്ളൂ എന്ന്. പിന്നെ അത് സൽവാർ കമ്മീസ് ഇട്ടും കയറാമെന്ന് മാറ്റി. പക്ഷെ പുരുഷന്മാർക്ക് ഇപ്പോഴും പാൻ്റ് ഇട്ട് കയറാൻ പറ്റില്ല, മുണ്ടെടുത്ത് തന്നെ കയറണം. അപ്പോൾ ഗുരുവായൂർ അമ്പലമാണ് ഏറ്റവും സ്ട്രിക്റ്റ് ആയിട്ടുള്ള വേഷവിധാനത്തിൻ്റെ കാര്യത്തിൽ നിന്നിരുന്നൊരു സ്ഥലം എന്ന് പറയുമ്പോൾ, ആരാധനാലയം എന്ന് പറയുമ്പോൾ, സൽവാർ കമ്മീസ് അവിടെ അംഗീകരിച്ചുവെങ്കിൽ ഒരു സ്കൂള് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല? എൻ്റെ നോട്ടത്തിൽ ഏറ്റവും സ്ത്രീക്ക് മാന്യമായ വേഷം സൽവാർ കമ്മീസും ദുപ്പട്ടയുമാണ്. എന്നാണ് പറയണ്ടേ, പുറത്ത് കാണിക്കേണ്ടാത്ത എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്ത് നല്ല വൃത്തിയായി നമുക്കതുപോലെ സഞ്ചരിക്കാനൊക്കെ എന്ത് സുഖമാണ്, കംഫർട്ടബിളാണ്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഒരു നനഞ്ഞു കുലിഞ്ഞ സാരിയും അണ്ടർസ്കേർട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ ഓടിപ്പിടിച്ച് കയറി വരുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ നമ്മളിടുന്ന പല്ലവാണെങ്കിൽ നനഞ്ഞ് അതിനെ എടുത്ത് ഇങ്ങനെ ചുറ്റി വെച്ച്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. സൽവാർ എന്ന് പറയുമ്പോൾ ഒരു കുട പിടിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും കയറി ചെല്ലാം. സ്കൂളിലാണെങ്കിൽ പോലും ധാരാളം ജോലികൾ, ഒരു പ്രിൻസിപ്പളമ്മയായിരുന്നു അവർ ഇങ്ങനെ ഇതാക്കിയത്, ധാരാളം ജോലികൾ ഇവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പലപ്പോഴും ഈ ഓഫീസിലും അവിടെ ഇവിടെയൊക്കെ ഓടിപ്പോവേണ്ടത്. ഏറ്റവും കംഫർട്ടബിളും മാന്യമായ വേഷം തന്നെയാണ് സൽവാർ. അത് ഉത്തരേന്ത്യയിലൊക്കെ പോവുകയാണെങ്കിൽ നമുക്കറിയാം, ഇന്ത്യൻ ഡ്രസ്സസ് എന്ന് പറയുകയാണെങ്കിൽ സാരിയും സൽവാർ കമ്മീസുമാണ്. ഇപ്പോൾ ഇന്നവീൽ ക്ലബ് ഓഫ് ഇന്ത്യയിലേക്ക് നമ്മളടുത്ത് പറയുന്നത് ഫോർമൽ ഡ്രസ്സ്, അല്ലെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഡ്രസ്സ് ഭാഷ ഇംഗ്ലീഷാണ്, ഡ്രസ്സ് സൽവാർ കമ്മീസും സാരിയാണ്. നമ്മളുടെ അടുത്ത് ഏതിപ്പോൾ ഇന്ത്യൻ IOA ഓഫീസിൽ പോയപ്പോൾ ഇന്ത്യൻ ഡ്രസ്സസ് എന്ന് പറയുമ്പോൾ എല്ലാവരും സൽവാർ കമ്മീസും സാരി ഉടുത്താണ് വന്നിരിക്കുന്നത്. സൽവാർ കമ്മീസ് എന്തുകൊണ്ട് കേരളത്തിലെ ഒരു സ്കൂളിൽ മാത്രം അനഭിമതമായി തീർന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അവിടുത്തെ മാനേജറുടെ നിർബന്ധ ബുദ്ധിയാണ്. അയാൾക്ക് ആ ടീച്ചറുടെ ഇത് ചുരിദാർ മാറ്റി അവർ സാരി ഉടുക്കണമെന്നുള്ള നിർബന്ധമായിരുന്നു എന്നാണ് സെക്യൂരിറ്റിയെ കൊണ്ട് ഗേറ്റിൽ തടയിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തുമാത്രം സ്ത്രീകൾക്ക് ഇവിടെ വില കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണിത്. ഹെഡ് മിസ്ട്രസിനെയാണ്, അല്ലാണ്ട് അവിടുത്തെ സബോർഡിനേറ്റ് ജോലി ചെയ്യുന്ന ആൾക്കാരെയോ കിച്ചണിൽ കിച്ചണിലാണെങ്കിൽ പോലും ഏറ്റവും കംഫർട്ടബിൾ സൽവാർ കമ്മീസാണ്. അവർ തീൻ്റെ അടുത്തും അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ നമുക്ക് ഒരു പ്രശ്നവും ഇത് ഇല്ലാണ്ടാക്കാം. സ്കൂളിൽ തന്നെയാണെങ്കിൽ തിരിഞ്ഞും മറിഞ്ഞും ചോക്ക് എടുക്കണം, എഴുതണം, പിടിക്കണം, പല കാര്യങ്ങൾ ചെയ്യുമ്പോൾ സൽവാർ കമ്മീസ് എന്തുമാത്രം കംഫർട്ടബിളാണ്. എന്തുകൊണ്ട് ആ മാനേജറിന് ശരിക്കും പറയുകയാണെങ്കിൽ, ഇതിൻ്റെ പേരിൽ നമുക്കൊരു കേസ് വരുമോയെന്നൊന്നും അറിയില്ല, അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ ഒന്ന് ചെക്ക് ചെയ്യിക്കേണ്ട കാര്യമുണ്ട് അല്ലേ. എന്തുകൊണ്ട് പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി സൽവാർ കമ്മീസ് മാന്യമായ ഒരു വസ്ത്രമല്ല എന്ന്? അങ്ങനെയാണെങ്കിൽ പഞ്ചാബിലൊക്കെ ഉള്ള സ്ത്രീകൾ ഇപ്പം എന്ത് ചെയ്യും? പഞ്ചാബി ഡ്രസ്സ് എന്നാണ് നമ്മൾ പണ്ട് പറഞ്ഞിരുന്നത്. പണ്ട് തന്നെ സൽവാർ കമ്മീസിന് മുമ്പ് പഞ്ചാബി ഡ്രസ്സ് എന്നാണ് പറഞ്ഞിരുന്നത്. നോർത്ത് ഇന്ത്യയിലുള്ള സ്ത്രീകൾ ഇപ്പം എന്ത് ചെയ്യും? അവരുടെ വേഷമാണിത്. ഇപ്പം നമ്മൾ സാരി ഉടുത്ത് എവിടെ പോകും, സാരി അല്ലെങ്കിൽ എന്തൊക്കെ ഇട്ട് പോകുന്നു അല്ലേ, അവിടെ എല്ലാവരും വയസ്സായ അമ്മമാരുൾപ്പെടെ ചെറുപ്പക്കാരായ കുട്ടികളുള്ളവരുടെ അവരുടെ നാഷണൽ ഡ്രസ്സ് സൽവാർ കമ്മീസാണ്. ഇത് മാത്രമല്ല പ്രിയൻ, വേറെയും വേഷങ്ങളുടെ കാര്യത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. സാരി ഉടുത്ത് തന്നെ വരണമെന്ന് പറഞ്ഞ് സ്കൂളിലും മറ്റ് എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിലും ഓഫീസുകളിലും പല പ്രശ്നങ്ങളും ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ട് സാരി കേരളത്തിൻ്റെ വേഷമാണോ? ആണോ? നമ്മളുടെ സെറ്റുമുണ്ട്, അല്ലെങ്കിൽ മുണ്ടും ബ്ലൗസും, അങ്ങനെയായിരുന്നു നമ്മളുടെ. മുണ്ടും നേരിയത് അല്ലെങ്കിൽ മുണ്ടും ബ്ലൗസും മാത്രമായിട്ടുള്ള ഇതുണ്ട്, എന്താണ് സെറ്റുമുണ്ടാണ്. അപ്പം സാരി ഇപ്പോൾ എവിടെ നിന്ന് കയറി വന്നു? എന്തുകൊണ്ട് ഈ മാന്യ വ്യക്തി സെറ്റ് മുണ്ടെടുത്ത് വരണമെന്ന് പറയുന്നില്ല? അങ്ങനെയാണെങ്കിൽ നമ്മളുടെ മാത്രം വേഷമാണ്. ഞാൻ പുറത്തൊക്കെ പോകുമ്പോൾ ആൾക്കാർ വന്ന് ഇങ്ങനെയൊക്കെ നോക്കും, ഇതെന്താണ്, ഒരു പീസാണോ 2 പീസാണോ, ഇത് ആസാമിൻ്റെ പോലെയുണ്ടല്ലോ, ആസാമിലും കുറച്ച് വ്യത്യാസമായിട്ടുള്ള ഇതാണ് എന്ന് വന്ന് നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മുണ്ട് സെറ്റ് ആയിട്ട് തന്നെ നമ്മൾ വരേണ്ടിയിരിക്കുന്നു. പക്ഷെ സാരി ഉടുത്ത് വരണമെന്ന് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും അതുപോലെ പറയുന്നുണ്ടെങ്കിൽ, അതിന് പുറകിലുള്ള ചേതോവികാരം എന്താണ് എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ട ആവശ്യം കൂടിയുണ്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് ഇതിനകത്ത് സദാചാര പ്രവർത്തനമുണ്ട്. അധ്യാപികമാർ ഇങ്ങനെ ആയിരിക്കണം. ഇന്ന് പുതിയ ജനറേഷനിൽപ്പെട്ട അധ്യാപികമാർ 29 28 വയസ്സുള്ള അധ്യാപികമാർ സ്കൂളിലേക്ക് പോകാൻ ജീൻസും ടോപ്പ് ഇട്ട് പോകുന്നുണ്ട്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് ഒരു കുഴപ്പമില്ല. കംഫർട്ടബിൾ അല്ലേ? കംഫർട്ടബിളാണ്. അപ്പോൾ സ്കൂളിലെ വിദ്യാർത്ഥികൾ
പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളാകുമ്പോൾ അവരുടെ അറ്റൻഷൻ കൃത്യമായിട്ടും ആ അധ്യാപിക പറയുന്ന കാര്യങ്ങളിൽ, ബോർഡിൽ എഴുതുന്ന കാര്യങ്ങളിൽ നിൽക്കണമെങ്കിൽ അതിന് അനുയോജ്യമായ വേഷം ധരിച്ചു വരണം. അവർ കംഫർട്ടബിൾ ആയിരിക്കണം. പല സ്ഥലത്തും ഈ സ്റ്റാൻഡുകളുടെ മുകളിലാണ് അവരുടെ മേശയും കസേരയും. അപ്പോൾ ബോർഡിൽ എഴുതിക്കണം. തിരിച്ച് അവർ ഇറങ്ങി വന്ന് കുട്ടികളോട് സംസാരിക്കണം. ഓരോ പ്രാവശ്യം ഈ സാരി പൊക്കി പിടിച്ച് കയറുകയും ഇറങ്ങുകയും അല്ലെങ്കിൽ സാരിയിൽ തട്ടി ഇതിൽ കയറുമ്പോഴും വീഴുമ്പോഴും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്നത് കുട്ടികൾക്ക് അത് കംഫർട്ടബിൾ ആണോ ടീച്ചറുടെ വേഷം എന്ന് നോക്കിയാൽ മതി. ടീച്ചർ ഒരു മിനി സ്കേർട്ടോ അല്ലെങ്കിൽ ഒരു സ്ലിറ്റുള്ള സ്കേർട്ടോ ഷോർട്ട്സോ ഒക്കെ ഇട്ട് വരികയാണെങ്കിൽ വിദേശ യൂണിവേഴ്സിറ്റികളിലൊക്കെ അങ്ങനെ പലതും ഉണ്ട്. കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ്. നമ്മളുടെ ഇവിടെ അങ്ങനെയല്ലല്ലോ. അത് മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരെ. അല്ലെങ്കിൽ ആ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ച് മാന്യമായ വേഷം ധരിച്ച് വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതിയല്ലോ. ഇപ്പോൾ പല സ്കൂളുകളിലും പാൻറ്റും ഷർട്ടുമാണ് പെൺകുട്ടികളുടെ വേഷം, ഒരു ഓവർകോട്ടും അല്ലേ. ഞാൻ ഈ ഇടയ്ക്ക് പല സ്കൂളുകളിലും ഒരു ആവശ്യത്തിന് വേണ്ടി പോയപ്പോൾ ഇവരുടെ കോട്ടിൻ്റെ മുകളിൽ കൂടെ തന്നെ ഒരു കോട്ട് ഇട്ടിട്ടാണ് ടീച്ചർമാരും നടക്കുന്നത്. അപ്പോൾ അങ്ങനെയും കണ്ടു കുട്ടികളോടൊപ്പം തന്നെ ഇതായിട്ട്. ഞാൻ ചോദിച്ചത് എന്താ ഒരു കോട്ട്, അതിപ്പോൾ കുട്ടികളുമായിട്ടൊരു ഇതിന് വേണ്ടിയിട്ടെന്ന് നമ്മുടെ എറണാകുളത്ത് തന്നെ സ്കൂളുകളിൽ കേട്ടോ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ വേഷത്തിലെല്ലാം വേഷത്തിൽ മാന്യതയുണ്ടെങ്കിലും തലയുടെ ഉള്ളിൽ ആൾതാമസമുണ്ട്. ഒരു ഹെഡ് മിസ്ട്രസിനോട് ഇങ്ങനെ കാണിക്കണമെങ്കിൽ അതിന് പുറകിൽ വേറെ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട എന്ന് നമ്മൾ പറയും ഉണ്ടാവും. അപ്പോൾ ഇത് പറഞ്ഞ് അവരെ മാനസികമായി പീഡിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. രാവിലെ സ്കൂൾ തുറക്കാൻ വരുമ്പോൾ നിങ്ങൾ കയറാൻ പറ്റില്ല, നിങ്ങളുടെ ഈ വേഷം ശരിയല്ല എന്ന് ഒരു എന്താണ് പ്യൂണോ അല്ലെങ്കിൽ പ്യൂണല്ല ഗേറ്റ്മാൻ അല്ലല്ലോ പറയേണ്ടത്. അവർക്ക് എത്രയോ മുകളിലിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥയാണ്. അപ്പം അവിടെ നിന്നിട്ട് മാഡം ഒന്ന് വെയിറ്റ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിനെ വിളിച്ച് സ്കൂൾ മാനേജർ ആരാണെന്ന് വിളിച്ച് കണക്ട് ചെയ്ത് കൊടുത്ത് സംസാരിക്കുകയായിരുന്നെങ്കിൽ അതിനൊരു മാന്യതയുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു പ്രിയൻ, ഇതിന് പുറകിൽ ഇതല്ല കാരണം, വേറെന്തോ ഹിഡൻ അജണ്ടയുണ്ട്. ഈ ടീച്ചർ എന്തെങ്കിലും കണ്ടുപിടിച്ചിരിക്കുകയോ എന്തെങ്കിലും സ്കൂളിൽ നടക്കുന്ന വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ. ഇറ്റ് നീഡ് നോട്ട് ബി കറക്റ്റ്, ഐ സ്റ്റാൻഡ് കറക്റ്റഡ്. എന്തെങ്കിലും അവരുടെ കയ്യിൽ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അവരെ മാനസികമായി പീഡിപ്പിക്കാനും തളർത്തുവാനും വേണ്ടി കണ്ടുപിടിച്ച ഒരു കാര്യമായിരിക്കും ഇതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞല്ലോ. ഇപ്പം മാനേജർ പറയുന്നത് എന്താ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, പോലീസ് കേസൊക്കെ പോലീസ് വന്നാണ് ഈ ഹെഡ് മിസ്ട്രസിനെ ഉള്ളിൽ കയറ്റിവിട്ടത്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, ഏത് നല്ല മാന്യമായ വസ്ത്രം ധരിച്ചും സ്കൂളിൽ വരാനായിട്ട് എല്ലാവർക്കും അർഹതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഈ സ്കൂളിൽ തന്നെയാണെന്ന് തോന്നി ഇതിനു മുമ്പും സൽവാർ ഇട്ട് വന്ന 1-2 അധ്യാപകന്മാരോട് അങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പാവം സെക്യൂരിറ്റി, അയാൾക്ക് വേണ്ടി ആര് വാദിക്കാന്, അയാൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ അധ്യാപികയെ തടഞ്ഞു എന്നാവും കേസ് മാറുക. ഓൾറെഡി മാനേജർ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല സെക്യൂരിറ്റിയോടും. സെക്യൂരിറ്റിക്ക് എന്ത് കാര്യം ഇത് ചെയ്യണ്ടേ? എന്ത് വേഷം ഇട്ട് വന്നാലും. അപ്പം നമ്മൾ അരിയാഹാരം കഴിക്കുന്ന കേരളീയർന്ന് എപ്പോഴും പറയും. അരിയാഹാരം കഴിക്കുന്ന കേരളീയർക്ക് മനസ്സിലാവാത്ത കാര്യം എന്തിന് സെക്യൂരിറ്റി തടയണം. ഇതിനു മുമ്പും ഈ മാനേജർ ഇങ്ങനെ വരരുതെന്ന് മറ്റ് അധ്യാപികന്മാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് മനസ്സിലാവുന്നത് മാനേജർ തന്നെയായിരിക്കും പറഞ്ഞേക്കുന്നത്. ഇത് പോലീസ് കേസും കാര്യങ്ങളുമായിട്ട്. കാരണം ഹെഡ് മിസ്ട്രസ് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ പോലീസ് വന്നു. പോലീസാണ് അവരെ സ്കൂളിലേക്ക് കയറ്റി വിട്ടത്. അപ്പോൾ മാനേജർ ഇനി എന്തൊക്കെ കളി കളിക്കുന്നത് നമുക്ക് ഇരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരു സദാചാര പോലീസിങ് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ, നടന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രിയൻ, ഇതെങ്ങനെ സദാചാര പോലീസിങ് ആവുന്നത്? ഒരു അധ്യാപികയുടെ അവരൊരു ഉടുപ്പിട്ടോ അല്ലെങ്കിൽ ഷോർട്സ് ഇട്ടോ അല്ലെങ്കിൽ റിവീലിംഗ് ആയിട്ട് വസ്ത്രധാരണം നടത്തിയൊന്നുമല്ല വന്നേ. ഏറ്റവും മാന്യമായ വേഷത്തിൽ വന്നതിൽ എങ്ങനെയാ സദാചാര പോലീസിങ്? അല്ല, നമ്മൾ പോലും പറയുന്നത് സൽവാർ കമ്മീസ് അല്ലെങ്കിൽ മാക്സി മിഡി. അപ്പം ഞാനൊരു ഓൾഡ് സ്കൂളാണ് കേട്ടോ. അതൊന്നും ഈ പറയുന്ന വേഷങ്ങൾ, നമ്മുടെ ശരീരം മുഴുവൻ കവർ ചെയ്ത് വരുന്ന വേഷങ്ങളൊന്നും സദാചാര പോലീസിങ്ങിന് വരുന്നില്ല. മാത്രമല്ല, എന്തുകൊണ്ട് സദാചാര പോലീസിങ് ഉണ്ടാവുന്നു എന്നുള്ള കാര്യം കൂടെ നമ്മളൊന്ന് ഓർക്കണം. ഈ ഇടയ്ക്ക് അമേരിക്കയിൽ വന്ന ഒരു മാന്യ വ്യക്തി എന്നോട് പറയുകയുണ്ടായി, അദ്ദേഹത്തിന് ട്രെയിനിൽ സഞ്ചരിക്കാനാണ് ഇഷ്ടം. ട്രെയിനിൽ ഒരു മുറിയിൽ കാണിക്കുന്നത് ഒരു കമ്പാർട്ട്മെൻ്റ് എല്ലാം അതിൽ കാണിക്കുന്നത് കണ്ടിട്ട് അങ്ങേർക്ക് തല കറങ്ങി. എന്തെങ്കിലും പറയാനും പേടി. അങ്ങേര് നല്ല മലയാളിയാണ്. അങ്ങേര് അടുത്ത മുറി പോയപ്പോൾ അവിടെ അതിനേക്കാട്ടിലും വേഴ്സായിട്ടുള്ള രംഗങ്ങളാണ് നടക്കുന്നത്. അദ്ദേഹം പറയുന്ന അമേരിക്കയിൽ പോലും ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ കഴിഞ്ഞു. അമേരിക്കയിലെ ആൺകുട്ടികൾക്ക്, അമേരിക്കൻസ് ആയിട്ടുള്ള ആൺകുട്ടികൾക്ക് കേരളത്തിലെ ഇന്ത്യയിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കണം, അവിടെയുള്ള വനിതകൾക്ക് ഇവിടെ നിന്നുള്ള പുരുഷന്മാരെ കാണിക്കണം. അദ്ദേഹം പറയാണ് അമേരിക്കൻ ബ്രൈഡ്സ് നല്ല
പട്ടുസാരിയൊക്കെ കൊടുത്ത് നെറ്റിച്ചുട്ടയൊക്കെ വെച്ച് ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ മഹാലക്ഷ്മി നിൽക്കുന്ന പോലെ തോന്നുന്നു. അവർ നമ്മുടെ കൾച്ചറിനോട് ചേർന്ന് വരുമ്പോൾ നമ്മുടെ കുട്ടികൾ പണ്ട് അമേരിക്ക തള്ളിക്കളഞ്ഞ സമ്പ്രദായങ്ങളിലേക്ക് തിരിച്ചു പോകുകയാണെന്ന് അമേരിക്കയിൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നോട് പറയുകയുണ്ടായി. ഇതെവിടം വരെ പോകുമെന്ന് നമുക്ക് നോക്കാം. ആരുടെയൊക്കെയോ ഞരമ്പ് രോഗമെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഒരു വനിത എന്ന നിലയിൽ ആത്മാഭിമാനമുള്ള എല്ലാ വനിതകൾക്കും വേണ്ടി പറയുകയാണ്, സൽവാർ കമ്മീസ് ഇട്ട് ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും സഞ്ചരിച്ചോളൂ. ആർക്കും നിങ്ങളെ തടയാൻ പറ്റില്ല. നമ്മളുടെ സൗകര്യമാണ് ഏത് വേഷം നമ്മൾ ധരിക്കണമെന്നുള്ളത്. അത് നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ അതിൻ്റെ മാന്യതയ്ക്കനുസരിച്ച്, ഏത് ജോലി ചെയ്യുന്നു അതിൻ്റെ മാന്യതയ്ക്കനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുക. ഒരു കാര്യം കൂടെ പറയാം, പണ്ട് നഴ്സുമാർ ചെറിയ ഫ്രോക്ക് പോലത്തെ ഡ്രസ്സിട്ട് തലയിൽ തൊപ്പിയൊക്കെ വെച്ചാൽ വന്നിരുന്നത്. അത് സാരിയാക്കിയല്ലോ. അത് നമ്മൾ പഴയ ഫോറിൻ കൾച്ചറിനെ പിന്നിൽ ഇപ്പോൾ തൊപ്പിയും അങ്ങനത്തുള്ള കാര്യങ്ങളൊന്നും നഴ്സുമാരുടെ തലയിലില്ല. അപ്പോൾ അതൊരു മാന്യമായ വേഷത്തിലേക്ക് മാറി. അതുപോലെ തന്നെ അവിടെ എന്താണ് സൽവാറും ടോപ്പും ഇട്ട് നഴ്സിംഗ് വിദ്യാർത്ഥിനികളെ അവരെല്ലാവരും ഞാൻ കാണാറുണ്ട് പല നഴ്സിംഗ് സ്കൂളിലും നമ്മളുടെ ജനറൽ ഹോസ്പിറ്റലൊക്കെ. മാന്യതയ്ക്ക് എന്ന് പറയുന്ന അവർ ചെയ്യുന്ന തൊഴിലിന് പറ്റിയ വേഷം ധരിച്ച് വരിക, അത്രയേ ഉള്ളൂ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എനിക്ക് നിങ്ങളുടെ സഹായം തുടർന്നും ആവശ്യമുണ്ട്. വലിയ സഹായമാണ്, വലിയ പിന്തുണയാണ് നമ്മുടെ പ്രേക്ഷകർ നൽകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ അളവൊന്ന് കൂട്ടുക എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകൾ നമ്മുടെ ചാനൽ കാണണം, കൂടുതൽ സബ്സ്ക്രിപ്ഷൻ വരണം. ഒന്നും ചെയ്യേണ്ട, നമ്മുടെ ചാനൽ കാണുമ്പോൾ അതിൽ IND എന്ന് പറയുന്ന ഇന്ത്യ ലൈവിൻ്റെ ലോഗോ ഇടതുവശത്ത് കാണാം. നിങ്ങൾ അതിലൊന്ന് വിരലമർത്തിയാൽ ചാനൽ ഓപ്പണായി വരും. സബ്സ്ക്രൈബ് എന്നുള്ള ഒരു ബാർ കാണും, അവിടെ ഒന്ന് വിരലമർത്തുക. പിന്നെ തൊട്ടുപുറത്ത് ഒരു ബെൽ ഐക്കണുണ്ട്, അതും കൂടി ഒന്ന് അമർത്തി ഇന്ത്യ ലൈവിനെ അതിൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ സഹായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടണും അമർത്തണം.